ശ്രീ എ സജീവൻ, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് നേരത്തെ എൻ ശ്രീകുമാറും ഇപ്പോൾ ലാൽകുമാറും പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ ലാൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അദ്ദേഹത്തെ തേടി വന്നതല്ല. ഇദ്ദേഹം ആ മോദി സർക്കാരിലേക്ക് ഒരു അപേക്ഷകനായി പോയി അവരുടെ ആ നിലയിൽ ഒരു സർക്കാരിൻ്റെ പോളിസിക്കൊപ്പം നിന്നുകൊള്ളാം, ആ നിലയിൽ കോടതികളിൽ അതുമായി ബന്ധപ്പെട്ട്. കാരണം അതിനകത്തൊരു ജനകീയ നിലപാടിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ സമീപനത്തിലൂടെ രാഷ്ട്രീയമായി ഒരുപാട് വിയോജിപ്പുകൾ കോൺഗ്രസ് അടക്കമുള്ള രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാം. എന്നെല്ലാം ഇരിക്കെ അവിടേക്ക് അപേക്ഷകനായി പോയി ഒരു ആ ഉത്തരവാദിത്വം ചോദിച്ചു വാങ്ങിച്ചെടുക്കുന്നതിലെ ഒരു രാഷ്ട്രീയ പ്രശ്നം ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട് ലാൽ ഉന്നയിച്ച ഒരു ഗൗരവമായ വിഷയമുണ്ട്. ഇതിൻ്റെ മറ്റൊരു രണ്ടാമത്തെ തലം, കോൺഗ്രസ് പാർട്ടിക്ക് ഇത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നൊന്നുണ്ടോ? ലാല് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വക്കീലിന് ആരുടെയും കേസെടുക്കും. ചിലപ്പോൾ നമ്മൾ വക്കീലാവണമെന്നില്ല, നമ്മൾ ചില ഘട്ടത്തിൽ ജീവിക്കാൻ ഒരു ഗതിയുമില്ലാത്തൊരവസ്ഥയിൽ എന്ത് തൊഴിലും എടുക്കും. ഏത് ദുഷ്ടന്റെ കീഴിലും ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യും. ഇപ്പൊ ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, ഗതികെട്ടൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു തൊഴിലിനെ അപേക്ഷിച്ചു ചാണ്ടി ഉമ്മൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സമ്മതിക്കണം, കാരണം ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലല്ലോ. അപ്പൊ അതാണ് എങ്കിൽ സമ്മതിക്കാം. പക്ഷെ അതല്ലല്ലോ യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയുടെ മകൻ ജീവിക്കാൻ ഗതിയില്ലാതെ അങ്ങനെ BJP സർക്കാരിനടുത്ത്, എന്നാൽ പിന്നെ നിങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഈ കേസുകൾ വാദിക്കാനായിട്ട് എന്നെ ഉൾപ്പെടുത്തണം, വേറെ ഒരു പണിയും കിട്ടാനില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു നിവൃത്തികേടിന്റെ പ്രശ്നമാണ്. ഇവിടെ നിവൃത്തികേട് അങ്ങനെ ചാണ്ടി ഉമ്മനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിത സൗകര്യമുള്ള ഒരാളാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിന് അഭിഭാഷകനാവുന്നതിന് ഈ ഒരു തിട്ടൂരത്തിന്റെ ആവശ്യമില്ലല്ലോ. ദേശീയപാത അതോറിറ്റിയുടെ ഈ ലീഗൽ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാവണ്ടല്ലോ. അദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ടുള്ള അഭിഭാഷകനായിട്ട് നിൽക്കാൻ പറ്റും. അത് ഉണ്ടായിട്ടും ഇങ്ങനെ അപേക്ഷിച്ചു എന്ന് പറയുന്നത്, അതാണ് ലാൽകുമാറോട് പറഞ്ഞ പോലെ അതാണ് നമ്മളെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത്. പിന്നെ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം, ഇപ്പോഴങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ലല്ലോ. ആ ലിസ്റ്റ് ഇല്ല എങ്കിൽ അത് വേണ്ട എന്ന് വെച്ചത് ചാണ്ടി ഉമ്മൻ എനിക്ക് അതിലൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞുകൊണ്ടാണോ? അല്ലല്ലോ. അദ്ദേഹം അത് വേണ്ട സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ലിസ്റ്റ് ഉണ്ടായി. അതെ, അദ്ദേഹം അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇത് അദ്ദേഹം അപേക്ഷിച്ചു എന്ന് പറയുന്ന ഒന്ന് ബോധപൂർവം ഇന്ന BJP സർക്കാരിന്റെ കീഴിലുള്ള, അപ്പൊ പലപ്പോഴും നമുക്കറിയാം, ഇവിടെ ആസിഫ് അലിയെ പോലുള്ള ഒരാൾ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നില്ല. അത് UDF ഭരിക്കുമ്പോഴാണ്, കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ളതൊക്കെയാണ്. എപ്പോഴും പ്രോസിക്യൂട്ടർമാർ അങ്ങനെയാണ്, രാഷ്ട്രീയ താല്പര്യത്തിലാണ് വരാറുള്ളത്. അത് ഏത് മുന്നണി ഭരിക്കുമ്പോൾ, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴും അതാണ് ഉണ്ടാവുക. അതേപോലെ ആണ് എങ്കിൽ കുഴപ്പമില്ല. ഇത് BJP ഭരിക്കുമ്പോൾ അതിനുവേണ്ടി അപേക്ഷിക്കുന്നു, അവിടെ കിട്ടുന്നു. അപ്പോൾ എനിക്കറിയില്ല ലിസ്റ്റിൽപ്പെട്ട എത്ര പേര് CPIക്കാരുണ്ട്, എത്ര പേര് CPMകാരുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരാള് പേരുണ്ടാവാൻ സാധ്യതയില്ല എന്നും അത് ഈ ചാണ്ടി ഉമ്മൻ തന്നെയാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് അദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ടല്ല ലിസ്റ്റില്ലാതായത്, അത് മറ്റെന്തോ കാരണങ്ങളുണ്ടാവും. അപ്പൊ ചാണ്ടി ഉമ്മൻ ഇത് അപേക്ഷിച്ചതാണ്, അത് സ്വീകരിച്ചതാണ്. കിട്ടിയിട്ട് ആ ലിസ്റ്റിൽ വന്നപ്പോൾ എനിക്ക് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല, അബദ്ധത്തിന് അപേക്ഷിച്ച് പോയതാണ് എന്ന് പറഞ്ഞ് ഞാൻ MLA ആവുന്നതിന് മുമ്പേ അപേക്ഷിച്ച് പോയതാണ് എന്നും പറഞ്ഞിട്ടില്ല. അപ്പോ വളരെ കൃത്യമാണ്, അദ്ദേഹത്തിന് അറിയാം BJP സർക്കാരിന്റെ കീഴിൽ ഉള്ള ഒരു പരിപാടിയാണ് ഇത്. അതിൽ ഞാൻ അപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടായേക്കാം. ആ വിമർശനം ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ BJP സർക്കാർ ഭരിക്കുമ്പോഴാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കുമെന്ന് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ, പക്ഷെ അത് അങ്ങനെ പറയണം. അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടോ അതിൽ ഇന്നയാളില്ലേ മറ്റാളില്ലേ എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. ഇവിടെ CPMകാരുണ്ടെങ്കിലും CPIക്കാരുണ്ടെങ്കിലും ഒക്കെ അത് തെളിയിക്കപ്പെടണം. എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ന്യായീകരണമല്ലല്ലോ ചാണ്ടി ഉമ്മൻ ഈ ഒരു ചുമതല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളത്, അതിനുവേണ്ടി അപേക്ഷിച്ചു എന്നുള്ളത്. അപ്പോ അതാണ് പ്രശ്നം. ചാണ്ടി ഉമ്മനെ പോലെ വളരെ പരിണതപ്രജ്ഞനായിരിക്കേണ്ട ഒരാൾ, വളരെ പരിണതപ്രജ്ഞനായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് പോകുമ്പോൾ അതാണ് പലപ്പോഴും ഈ അനിൽ ആന്റണി BJPയിലേക്ക് പോയപ്പോൾ ചില കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പിതാവിന്റെ രാഷ്ട്രീയം തന്നെ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യം അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെയല്ലല്ലോ, കോൺഗ്രസ് നിൽക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി BJPയിലേക്ക് പോയിട്ട് ഇത് ഏറ്റെടുക്കാം, അതിൽ കുഴപ്പമില്ല.
അനിൽ ആന്റണി ചെയ്താണ് കുറെ കൂടി മാന്യത. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി, BJP-യിലേക്ക് പോകണം തോന്നി, അവിടെ കുറെ കൂടി പച്ചയുണ്ടെന്ന് തോന്നി, അങ്ങോട്ടേക്ക് പോയി. പത്മജ വേണുഗോപാൽ പോയത് ഇതേപോലെ. മോഹൻ ശങ്കർ അതിനു മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ അപ്പുറത്തേക്ക് പോയതും പച്ച കണ്ടു പോയതായിരിക്കാമല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് അപ്പുറം പോവേണ്ടിയിരുന്നു. അദ്ദേഹം അപേക്ഷിച്ചുവെങ്കിൽ ഓക്കെ. അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ് എന്നും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും അങ്ങനെ ഉള്ള ഒരു സർക്കാരിന് കീഴിൽ ഇത്തരത്തിലൊരു കാര്യത്തിന് അപേക്ഷിക്കുമ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാവും. അത്രയൊക്കെ അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ടല്ലോ, അദ്ദേഹം അഭിഭാഷകനാണല്ലോ. സ്വാഭാവികമായിട്ടും അതറിഞ്ഞിട്ടും അപേക്ഷിക്കുമെങ്കിൽ അതിൽ എനിക്കൊരു പ്രശ്നമില്ല. അതിനേക്കാളൊക്കെ എനിക്ക് തോന്നിയില്ല ഇത്തരത്തിൽ. ഇപ്പൊ ശ്രീകുമാറാണ് ഇതിനെ കുറെ ന്യായീകരണങ്ങൾ പറഞ്ഞത്. മറ്റ് കോൺഗ്രസ്സുകാരും, അതായത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ആരും ഇത് സംബന്ധിച്ച് ഒരു കാര്യത്തിന് വിശദീകരണം നൽകിയിട്ടില്ല. അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വിശദീകരണം ചോദിക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർക്കും ഇതിനോട് ഒന്നുകിൽ യോജിപ്പില്ല, അല്ലെങ്കിൽ അവർ ഇതിന് നേരെ കണ്ണടക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. റൈറ്റ്.